അമ്പലത്തിലെ ചോറൂണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു മയക്കവും കഴിഞ്ഞ് അവൾക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അടുത്തത് അവിടെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങാനും ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയിലാണ് കഴിക്കാൻ കയറിയത്. കാരണം പുറത്തോട്ട് നല്ല മഴയായതുകൊണ്ട് പുറത്തോട്ടൊന്നും പോയില്ല. അമ്പലത്തിനകത്ത് തന്നെ ഒരു കടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇടയിലും കയറി കഴിഞ്ഞിട്ട് അവിടെയൊക്കെ പിടിക്കുകയൊക്കെയാണ്. ഇപ്പോൾ ഇങ്ങനെ പ്ലേറ്റിലൊക്കെ പിടിച്ച് വലിക്കാനും നമ്മൾ കഴിക്കുന്ന എന്താണെന്ന് ഇങ്ങനെ അത്ഭുതകരമായിട്ട് നോക്കുകയും അതിനകത്ത് കൈയിട്ട് വാരാനും ഒക്കെ പഠിച്ചിരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് അവിടെ വന്നിരുന്നപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിനകത്ത് പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുകയാണ് പുള്ളിക്കാരത്തി. എന്തായാലും ഞങ്ങൾ കയറിയ കടയിൽ നല്ല തിരക്കായിരുന്നു. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. കാരണം അതുപോലെ തിരക്കായിരുന്നു. അങ്ങനെ അമ്മ ഡെലുവിനെയൊക്കെ കളിപ്പിച്ച്, കാരണം അവൻ്റെ കയ്യിലിരുന്ന് കഴിഞ്ഞ് പിന്നെ ഇവൾ ഫുഡിനകത്ത് കൈയിട്ട് വരുമോ എന്നൊരു ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഡെലുവിനെ അമ്മ വാങ്ങിച്ചു. ഞങ്ങൾ മസാല ദോശയും അനന്തു പൊറോട്ടയും അല്ലാത്ത കറിയാണ് വാങ്ങിച്ചത്. അങ്ങനെ നല്ല അടിപൊളി മസാല ദോശയായിരുന്നു. സത്യത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ കടയിലെ ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്തത് ഒട്ടും വെയിറ്റ് ചെയ്തില്ല. മഴയാണെങ്കിൽ പോലും ഞങ്ങൾ അടുത്ത ഓട്ടോ വിളിച്ചിട്ട് അവിടെ അടുത്തുള്ള മമ്മിയൂർ മഹാദേവൻ്റെ അമ്പലത്തിൽ പോയി. കാരണം ഗുരുവായൂർ ചെല്ലുന്നവരെല്ലാം മമ്മിയൂർ മഹാദേവൻ്റെ അടുത്ത് തൊഴുതാലേ എന്തോ ഒരിതുണ്ട്, കാരണം അവിടെ ചെന്ന് തൊഴുതാലേ ഇതുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളും അവിടെ പോയി. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ മമ്മിയൂരും പോകണമെന്ന്. അങ്ങനെ അതുകൊണ്ട് ഗുരുവായൂരും തൊഴുതിട്ട് മമ്മിയൂർ പോയി. അവിടെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അമ്പലം പണി നടക്കുമായതുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ദേവി അടുത്തൊക്കെ തൊഴുതു. അങ്ങനെ അവിടെ എല്ലാം തൊഴുതു. നമുക്ക് അന്നേരം മനസ്സിലൊരു സന്തോഷമായി, കാരണം അവിടെയും പോയല്ലോ നമ്മൾ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെ പെട്ടെന്ന് ആ ഓട്ടോ തന്നെ വിളിച്ച് പെട്ടെന്ന് വന്നു. കാരണം ഗുരുവായൂരിൽ മമ്മിയൂരോട്ട് ഒരു 50 രൂപ പോയിൻ്റേ ഉള്ളൂ. അങ്ങനെ തൊഴുതിട്ട് അപ്പം തന്നെ ഓട്ടോ വന്ന് തിരിച്ച് ഞങ്ങൾ പിന്നെയും ഗുരുവായൂർ തന്നെ വന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി പോയിട്ട് റൂമിൽ പോയി പാക്കൊക്കെ ചെയ്തു. അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞങ്ങൾക്ക് 1:30-ക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നു. ട്രെയിനൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സുഖകരമായിരുന്നു തിരിച്ചുള്ള യാത്ര. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്ക് സീറ്റൊക്കെ വിശാലമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. ഡെലുവിനെ ഫുള്ള് ഡെലുവിനെ ഒരുക്കി വെച്ചേക്കുന്നത് എല്ലാം അനന്തുവാണ്. എൻ്റെ ഒരുക്കം അത്ര പോരാന്നും പറഞ്ഞ് ഇപ്പോൾ അനന്തുവാണ് കുഞ്ഞിനെ ഒരുക്കുന്നത്. അങ്ങനെ നല്ലൊരു സീറ്റൊക്കെ തപ്പി പിടിച്ച് ഞങ്ങൾ പോയി ട്രെയിനിൽ കയറി ഇരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കൂളായിരുന്നു. ട്രെയിനിൽ കയറി ഒന്ന് ഫീഡ് ചെയ്തപ്പോഴത്തേക്ക് ഡെലുവും നല്ല ഉറക്കത്തിലായി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പം ഞങ്ങളുടെ ഗുരുവായൂർ ട്രിപ്പ് ഇതൊക്കെയാണ്. അങ്ങനെ ഡെലുവിൻ്റെ ഗുരുവായൂർ ചോറൂണ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.